നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എവിടെ പോയി? മീനാക്ഷി, 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 ഇതെന്താ ഒരു മരിച്ച വീട് പോലെ ഉണ്ടല്ലോ? ഒരു അനക്കം പോലും ഇല്ല. ആരും ആരോടും മിണ്ടുന്നുമില്ല. ആരുടെയും ദേഷ്യം കുറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആ അത് പോട്ടെ. ചപ്പാത്തി, ദോശ, സാമ്പാർ, ചമ്മന്തി, ചോറ്, ഇഡ്ഡലി, ഇതിലേത് വേണം? ഓ, ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി ഇന്ന് ഫ്രഷ് ചപ്പാത്തിയും ചിക്കൻ കറിയും ആണെന്ന്. മറ്റേതൊക്കെ രാവിലത്തെ തണുപ്പന്. അല്ലല്ല, ചോറൊഴിച്ച് ബാക്കി എല്ലാം മഹാ ചൂടന്മാരാ. ഞങ്ങള് പോലീസുകാർക്ക് ചൂടന്മാരെയാ ഇഷ്ടം. അതുകൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും പോരട്ടെ. വെയിറ്റ്, ഞാൻ എടുത്തോണ്ട് വരാം. ആ മൈഥിലിക്ക് ആഹാരം കൊടുത്തോ? ഇല്ല. ഞാൻ നോക്കുമ്പോ അവള് ഉറങ്ങോ മറ്റുമായിരുന്നു. അവൾക്ക് ഇത്തിരി ആഹാരം കൊടുത്തേക്കണേ. അവള് ചെയ്തത് മുഴുവൻ നമുക്ക് രണ്ടുപേർക്ക് കിട്ടുക എന്നുവെച്ച് നമ്മളായിട്ട് അവളോടൊരു വൈരാഗ്യം കാണിക്കണ്ട. അവളോട് തീർത്തങ്ങ് ക്ഷമിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നുവെച്ച് അവളെ പട്ടിണിക്കിടുവൊന്നും ചെയ്യില്ല. അവളുടെ അച്ഛനല്ലല്ലോ എന്റെ അച്ഛൻ. നീ എന്നോട് കാണിക്കുന്ന ഈ പകയൊക്കെ എന്റെ മനസ്സിലുണ്ട്. സമയം വരട്ടെ, അതൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരാം. ആ പിന്നെ മീനാക്ഷി, നീ പറഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ആരോടും എനിക്കിപ്പോ ഒരു ദേഷ്യവുമില്ല. പക്കാ ക്രിമിനലുകളെ പോലും ഞാനിപ്പോ ഒന്നും ചെയ്യാറില്ല. അതൊക്കെ ഞാൻ സബോർഡിനേറ്റ്സിന് വിട്ടുകൊടുക്കും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു പേടി. എന്റെ മീനാക്ഷി എന്തിനാ പേടിക്കുന്ന? എന്റെ ഭർത്താവ് വല്ല ബുദ്ധസന്യാസിയോ മറ്റോ ആയി ഹിമാലയത്തിലോട്ടെങ്ങാനും. അത് കൊള്ളാം. നിന്നെ പ്രേമിച്ച് ജീവിക്കുന്നതിനപ്പുറത്ത് ഈ ലോകത്ത് എനിക്ക് മറ്റൊന്നുമില്ല. നീ മീനാക്ഷി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കോ കാർത്തി? ഇനി ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മരണമല്ലാതെ മറ്റൊരു വഴിയില്ല. എന്നോട് ക്ഷമിക്കണം. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. പോ.
മൈഥിലി മൈഥിലി നിൽക്കാൻ. ഇയാളെ തെറ്റിദ്ധരിച്ചതാ മൈഥിലി. അവള് വല്ല കടങ്ങുകയും ചെയ്യും. പിടിച്ചു നിർത്തി ACP. മൈഥിലി മൈഥിലി നിൽക്കാൻ. മൈഥിലി 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 നിൽക്ക്. മൈഥിലി ഏയ്, മൈഥിലി നിനക്ക് ചാവണമെങ്കിലേ നിന്റെ വീട്ടിൽ കെട്ടിപ്പോയി ചാട്, അല്ലെങ്കിൽ കോർപ്പറേഷന്റെ വരെ കിണവ് കാണും, അതിന് ചാടി ചാവും. എടാ നിനക്ക് നാണമില്ലേടാ ഇവളെ പിടിക്കാൻ? നിന്നെ വഞ്ചിച്ചവളാ വിള. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇവള് ചെയ്തത്? പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയവളാ ഇവള്. ആ പിഞ്ചു കുഞ്ഞിനെ ഞെക്കിക്കൊല്ല നേരം കിട്ടിയിരുന്നെങ്കിലേ ഇവൾ അതും ചെയ്തേനെ. നീ എന്തൊക്കെയാ മൈഥിലി കാണിക്കുന്നത്? നീ ഈ കിണറ്റി ചാടി മരിച്ച? അതിന് ACP സമാധാനം പറയേണ്ടി വരും. ഇവളെ കിണറ്റിലെടുത്തിട്ട് കൊന്നൂന്നായിരിക്കും കുറ്റം. അതിന് തന്നെ ഇവളുടെ പുറപ്പാട്. എന്റെ മകന്റെ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കണം. അതെ, അതിന് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കാ ഇവള്. മാലതി ഡാങ്ങള ആ അലവലാദിയുടെ കൂടെ ഒളിച്ചോടി പോയപ്പം ഇവളെ എന്ത് കരുതി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാന്ന്. പച്ചമുളക് ഉടച്ച് പഴങ്ങഞ്ഞു കുടിക്കാൻ തുടങ്ങിയപ്പോഴാ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാ വിളിച്ചോണ്ട് പോയെന്ന് മനസ്സിലായത്. എത്രയും പെട്ടെന്ന് ഇവളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇവൾ ഇനിയും ചാടുവിടാ. എടാ നിന്നോട് ഇവക്ക് പകയാ, അത് നീ മാത്രം അറിയുന്നില്ല. മീനാക്ഷിയും കാർത്തിമോനും സന്തോഷത്തോടെ ജീവിക്കുന്നത് അത് ഇവൾക്ക് സഹിക്കുന്നില്ല. അതിന്റെ ഫ്രസ്ട്രേഷനാ ഇവൾക്ക്. മതി, നിർത്ത്. ഇവള് കരയുന്നത് എല്ലാരും കാണുന്നില്ലേ? ഇവള് കരയുന്നതിന് നിനക്കെന്താടാ? നിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി ഒളിച്ചോടി പോയവളല്ലേ ഇവള്? ഇവളെ വിശ്വസിക്കരുത്. ഇവൾ ഈ കാണിക്കുന്നതൊക്കെ ഒന്നാം തരം നാടകമാ മോനെ. എല്ലാരും പറയുന്നുണ്ടല്ലോ ഞാൻ ഒളിച്ചോടിന്ന്. ഞാനും വൈശാഖും തമ്മിൽ അടുക്കാൻ ഇടന്നിൽ നിന്നതും ഞങ്ങൾ എവിടെ ഒളിച്ചോടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതുണ്ടേ ഇവളാ, ഈ മീനാക്ഷി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.